ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മളിന്ന് പഞ്ചമസ്കന്ധത്തിൽ പ്രിയവ്രതൻ്റെ കഥയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മനുവിൻ്റെ പുത്രനായ പ്രിയവ്രതൻ ദേവർഷിയിൽ നിന്നും നിവൃത്തിമാർഗം വിശദമായിട്ട് കേൾക്കുകയുണ്ടായി. പിതാവായ മനുവോ ഏറെ നിർബന്ധിച്ചു. എന്നിട്ടും പ്രിയവ്രതൻ രാജ്യഭാരം ഏറ്റെടുക്കുവാനോ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുവാനോ ഒന്നും തയ്യാറായില്ല. ഈ വേളയിലാണ് അവിടേക്ക് ബ്രഹ്മദേവൻ പ്രത്യക്ഷനായത്. ദേവർഷി നാരദൻ പ്രിയവ്രതന് പിതാവിനെയെല്ലാം വണങ്ങി. അപ്പോൾ ബ്രഹ്മാവ് പ്രിയവ്രതനോട് പറയുകയാണ്, പ്രിയവ്രത, സമസ്ത ലോകങ്ങളും ഈശ്വരൻ്റെ ആജ്ഞ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മോക്ഷം ലഭിച്ചവർ പോലും കർമ്മക്ഷയം വരുന്നതുവരെ ശരീരസന്ധാരണം ചെയ്യുന്നു. ദുഃഖനിവൃത്തിക്കായിട്ട് നീ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുക. ഗൃഹസ്ഥാശ്രമം ആ പ്രവൃത്തിക്ക് തടസ്സമല്ല. കർമ്മങ്ങൾ ഈശ്വരനെ സമർപ്പിച്ചങ്ങ് ചെയ്താൽ മതി. ദൈവദത്തമായ സുഖങ്ങൾ അനുഭവിക്കുന്നത് വഴി ബന്ധമുണ്ടാകുകയും ഇല്ല. ബ്രഹ്മദേവൻ്റെ വാക്കുകൾ സ്വീകരിച്ച് പ്രിയവ്രതൻ എന്ത് ചെയ്തു? മനുവിൻ്റെ നിർദ്ദേശാനുസരണം രാജ്യഭാരം അങ്ങ് ഏറ്റെടുക്കുകയും വിശ്വകർമ്മപുത്രിയായ ബർഹിഷ്മതിയെ പരിണയിക്കുകയും ചെയ്തു. അവർക്ക് 10 പുത്രന്മാരും ഒരു പുത്രിയും അങ്ങ് ജനിച്ചു. സന്താനങ്ങളിൽ വീരൻ, കവി, സവൻ എന്നിവർ സന്യാസം സ്വീകരിച്ച് പരമാത്മജ്ഞാനം നേടുവാനായിട്ട് ഒരുങ്ങി. പ്രിയവ്രതന് മറ്റൊരു പത്നിയിൽ 3 പുത്രന്മാരുണ്ടായി. അവർ മൂവരും എന്ത് ചെയ്തു? തപസ് അനുഷ്ഠിച്ച് മനുപദവി നേടുകയും ചെയ്തു. പ്രിയവ്രതൻ അനേകം സംവത്സരം രാജ്യം അങ്ങ് ഭരിച്ചു. ആ കാലയളവിനുള്ളിൽ അദ്ദേഹം തൻ്റെ രഥത്തിലേറി 7 തവണ ഭൂമിയെ അങ്ങ് പ്രദക്ഷിണം ചെയ്തു. തേരുരുണ്ട വഴികൾ കൊഴിഞ്ഞ് 7 സമുദ്രങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഭൂമണ്ഡലം 7 ദ്വീപുകളായിട്ട് അങ്ങ് മാറുകയും ചെയ്തു. ദ്വീപുകളുടെ ഭരണത്തിൻ്റെ ചുമതല പ്രിയവ്രതൻ തൻ്റെ 7 പുത്രന്മാരെ അങ്ങ് ഏൽപ്പിച്ചു. ഒടുവിലോ ലൗകിക ജീവിതത്തിൽ വിരക്തനായ അദ്ദേഹം നാരദാശ്രമത്തിൽ എത്തുകയും മോക്ഷം വരിക്കുകയും ചെയ്തു. പ്രിയവ്രതൻ്റെ ഏകപുത്രിയായ ഊർജസ്വതിയെ ശുക്രൻ അങ്ങ് പരിണയിച്ചു. അവർക്ക് പിറന്ന ദേവയാനി എന്ന പുത്രിയെ യയാതിയും വിവാഹം കഴിച്ചു. പ്രിയവ്രതപുത്രനായ അഗ്നീന്ദ്രൻ ഒരു ഗുഹയ്ക്കുള്ളിൽ കഠിന തപസ്സനുഷ്ഠിച്ചങ്ങ് തുടങ്ങി. ഈ വേള ബ്രഹ്മാവിൻ്റെ നിർദ്ദേശാനുസരണം പൂർവചിത്തി എന്നു പേരുള്ള ഒരു അപ്സരസ് അഗ്നീന്ദ്രൻ്റെ സവിധത്തിലെത്തി. പരസ്പരം ആസക്തരായ ഇരുവരും വളരെ കാലം
സുഖമായി രമിക്കുകയും പൂർവചിത്തി 9 പുത്രന്മാർക്ക് അങ്ങ് ജന്മം കൊടുക്കുകയും ചെയ്തു. തുടർന്നോ അഗ്നീന്ദ്രൻ ജംബുദ്വീപിനെ 9 ഭാഗിക്കുകയും ഓരോ ഖണ്ഡത്തിൻ്റെയും ചുമതല ഓരോ പുത്രന്മാരെ ഏൽപ്പിക്കുകയും അങ്ങ് ചെയ്തു. ലൗകിക സുഖങ്ങളിൽ അസംതൃപ്തനായ അഗ്നീന്ദ്രൻ അപ്സര ലോകത്തിലെത്തി ചേർന്നു. അഗ്നീന്ദ്രൻ്റെ പുത്രനായ നാഭി മേരുദേവിയെ പരിണയിക്കുകയും പുത്രകാമനയോടെ ഭഗവാനെ അങ്ങ് ഭജിക്കുകയും ചെയ്തു. നാഭിയുടെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ യജ്ഞശാലയിൽ അങ്ങ് പ്രത്യക്ഷനായി. ഏവരും ഭഗവാനെ അങ്ങ് സ്തുതിക്കുവാനും തുടങ്ങി. അനുഗ്രഹ ആശിസ്സുകൾ ഏവർക്കും ഏകിക്കൊണ്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. തുടർന്നാണ് നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ഋഷഭദേവനായിട്ട് ഭഗവാൻ അങ്ങ് പിറന്നു. സ്വപുത്രൻ്റെ ഗുണഗണങ്ങൾ നാഭിയെ അത്യന്തരം സന്തോഷിപ്പിച്ചു. യഥാസമയം മകനെ രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് നാഭി പത്നിയോടൊപ്പം വനത്തിലേക്ക് യാത്രയാവുകയും അവിടെ നരനാരായണന്മാരെ അങ്ങ് ഭജിച്ച് മുക്തി കൈവരിക്കുകയും ചെയ്തു. നാഭിപുത്രനായ ഋഷഭൻ ഇന്ദ്രദത്തയായ ജയന്തിയെ പരിണയിക്കുകയും അവർക്ക് 100 പുത്രന്മാർ അങ്ങ് ജനിക്കുകയും ചെയ്തു. അതിൽ മൂത്ത പുത്രനാണ് ഭരതൻ. അജനാഭവർഷത്തിൻ്റെ അധീപനായി അങ്ങ് ഭരതൻ മാറി. സർവസദ്ഗുണങ്ങളും നിറഞ്ഞ ഭരതൻ്റെ കീർത്തിയാൽ അജനാഭവർഷം ഭാരതവർഷം എന്ന പേരിൽ അറിയപ്പെട്ടു. ഋഷഭദേവൻ തൻ്റെ പുത്രന്മാർക്ക് ലൗകിക സുഖങ്ങൾ എത്ര നിസ്സാരമാണെന്നും മോക്ഷമാർഗം എന്തൊക്കെയാണെന്നും എല്ലാം മറ്റും വിശദമായിട്ട് അങ്ങ് ഉപദേശിച്ചു കൊടുത്തു. ശേഷമോ സന്യാസം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവധൂതനെ പോലെ പല പല ദേശങ്ങളിലും ആരണ്യങ്ങളിലും സഞ്ചരിച്ച് ഒടുവിൽ ഉടകാചലത്തിലെത്തിയ അദ്ദേഹം കാട്ടുതീയിൽ അങ്ങ് ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവൽ കരോമി യദ്യൽ സകലം പ്രസന്നേ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.